ഹലോ ഗൈസ്, കുറേ നാളായിട്ട് ഒത്തിരി ആളുകൾ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് FZ സെയിലിനുണ്ടോ ബ്രോ, FZ സെയിലിനുണ്ടോന്ന്. ഒത്തിരി പേരെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും വാട്സപ്പിലൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് കുറേ നാളുകൾക്ക് ശേഷം നല്ലൊരു വണ്ടി കിട്ടിയേക്കുവാണ്. നമ്മുടെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. അത് മാത്രമല്ല ജെനുവൻ കിലോമീറ്റർ കാര്യങ്ങളെല്ലാം, പക്ക നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. അപ്പോൾ ഈ വണ്ടി അർജൻറ്റ് സെയിലാണ്. വേറൊന്നും കൊണ്ടല്ല, വണ്ടി വേറെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം 2017 എടുത്ത വണ്ടിയാണ്. അപ്പോൾ ഇത്രയും നല്ല 2025 അപ്പോൾ വണ്ടി അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. വേറെ അല്ലാണ്ട് വണ്ടിക്ക് കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പക്ക നീറ്റ് വണ്ടിയാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, വണ്ടി സിംഗിൾ ഓണർ വണ്ടിയാണ്. ഈ വണ്ടി ഞാൻ ഫസ്റ്റ് എൻ്റെ കയ്യിലൊരു FZ ഉണ്ടായിരുന്നു, അറിയാലോ. ഞാനത് കഴിഞ്ഞിട്ടാണ് MT എടുത്തത്. അപ്പോൾ ഞാൻ ആ FZ തപ്പിക്കൊണ്ടിരുന്ന ടൈമിൽ ഈ വണ്ടി ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ വണ്ടിയുടെ ഉടമസ്ഥനോട്. എൻ്റെ ഫ്രണ്ടാണ്, ഓണറോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എടാ ഈ വണ്ടി കൊടുക്കുന്നുണ്ടോയെന്ന്. പക്ഷെ അവൻ അന്ന് പറഞ്ഞില്ല, ഞാൻ വണ്ടി സെയിൽ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ വണ്ടി എടുക്കാണ്ടിരുന്നത്. അന്ന് ഈ വണ്ടി കിട്ടുമായിരുന്നെങ്കിൽ എൻ്റെ ഭാഗ്യമായിരുന്നു എന്ന് ഞാൻ പറയാം. പക്ഷേ എനിക്ക് നല്ലൊരു വണ്ടി കിട്ടി, അത്യാവശ്യം നല്ലൊരു കിടിലൻ വണ്ടി തന്നെ കിട്ടി. അത് ഒന്നാമത് FZ ഒക്കെ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, അത്യാവശ്യം ഭാഗ്യം പോലെ തന്നെ ഇരിക്കും. നല്ല വണ്ടികളൊക്കെ കിട്ടണമെങ്കിൽ നല്ല പാടാണ്. അപ്പം ഇപ്പോൾ ഈ വണ്ടി അവൻ സെയിൽ ചെയ്യാണ്, അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടായതുകൊണ്ട്. പിന്നെ ഇതുപോലെ ജെനുവൻ കിലോമീറ്റേഴ്സാണ്, കാര്യങ്ങളാണ്, എല്ലാം പക്കയാണ്. അപ്പോൾ ഈ വണ്ടി എടുക്കുന്ന ആളുടെ ഭാഗ്യമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം വേറൊന്നും പേടിക്കണ്ട, എടുക്കുന്നവൻ ലക്കാണ്. വേറൊരു പണി ഈ വണ്ടിയിൽ ചെയ്യുകയും വേണ്ട. പിന്നെ അത്യാവശ്യം ചെറിയ മോഡിഫിക്കേഷൻ കാര്യങ്ങൾ ഇവൻ ഈ വണ്ടിയിൽ ചെയ്തിട്ടുമുണ്ട്. ഈ വണ്ടിയിൽ ഹാൻഡിൽ ബാർ റൈസർ കാര്യങ്ങളൊക്കെ കയറ്റിയിട്ടുള്ളതുകൊണ്ട് വണ്ടിയുടെ ഹാൻഡിലിങ്ങിന് ഭയങ്കര സുഖം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷോൾഡർ പെയിന് കാര്യങ്ങളൊന്നും എടുക്കില്ല. ഇവൻ അത്യാവശ്യം ടൂറിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ലോങ് റൈഡൊക്കെ പോകുന്നുള്ളതുകൊണ്ട് ഈ ടൂറിങ്ങിന് വേണ്ടിയിട്ടുള്ള അത്യാവശ്യം സാമഗ്രികൾ ഇതിൽ അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സീറ്റിങ് നല്ല കംഫർട്ടാണ്. സീറ്റൊക്കെ മാറ്റി അത്യാവശ്യം നല്ലപോലെ നല്ല കുഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പം എൻ്റെ MT ഓടിയതിനേക്കാളും കംഫർട്ടാണ് എനിക്ക് ഈ വണ്ടി ഓടിക്കുമ്പോൾ. ഇപ്പോൾ ഈ വണ്ടി എടുക്കുന്ന ആൾക്ക് ഒരു ലോങ് റൈഡൊക്കെ പോകണമെങ്കിൽ ഈ വണ്ടിയിൽ വേറെ ഇപ്പം അഡീഷണൽ ആയിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഈ വണ്ടിയിൽ തന്നെ ഉണ്ട്. ഞാനൊക്കെ FZ തപ്പിക്കൊണ്ട് നടന്ന ടൈമിൽ എന്തോ ഒരു പൈസ പോയി. ശരിക്കും നടന്ന് ഈ FZ തപ്പി നടന്ന് തന്നെ കുറേ പൈസ പോയി. ഞാനങ്ങനെ ഈ വണ്ടിയൊന്നും സെയിൽ ചെയ്യുന്ന ആളല്ല. നമുക്ക് ഇതുപോലെ അറിയാവുന്ന ഫ്രണ്ട്സിൻ്റെ വണ്ടി കാര്യങ്ങളുണ്ടെങ്കിൽ അങ്ങനെ ചാനലിലിട്ട്, എനിക്കൊരു ട്രസ്റ്റുള്ള വണ്ടികളുണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങനെ ഇട്ട് സെയിൽ ചെയ്യാറുള്ളൂ കേട്ടോ. അതുപോലെ എനിക്ക് അറിയാവുന്നൊരു വണ്ടിയാണിത്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഈ ചാനലിട്ടാവും സെയിൽ ചെയ്യേണ്ടത് പറഞ്ഞപ്പോൾ. ഇതുപോലെ ഞാൻ കുറേ FZന് വേണ്ടി നടന്നിട്ട് കുറേ പൈസ കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവസാനം നടന്ന് മടുത്തിട്ട് ഇനി വേണ്ട, ഞാൻ നിർത്തി, വണ്ടി എടുക്കുന്നില്ല എന്ന് വരെ ചിന്തിച്ചിട്ട് പോയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വേറൊരു ആക്റ്റീവ, ഒരു സെക്കൻഡല്ല ഫ്രഷ് ഒരു ആക്റ്റീവ എടുത്ത്, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെയും FZ എടുക്കണം എന്നുള്ളൊരു മോഹം കൊണ്ട് വീണ്ടും കുറേ നാൾ നടന്ന് FZ ഓർമ്മ എടുത്തത്. കുറേ നാലഞ്ഞു, കുറേ പൈസയും പോയി എൻ്റെ കയ്യിൽ നിന്ന്, ഒത്തിരി പൈസ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് ഈ സെക്കൻഡ് FZ തപ്പി. ഇപ്പോഴും കുറേ പിള്ളേർ അങ്ങനെ നടക്കേണ്ടതാണ് എനിക്ക് തോന്നുന്നത്. വണ്ടി തപ്പി ചുമ്മാ പൈസയും കളഞ്ഞിങ്ങനെ നടക്കും. കുറേ പയ്യന്മാരെ എനിക്ക് ഇങ്ങനെ മെസ്സേജ് ഇടാറുണ്ട്, വണ്ടി തപ്പി നടന്ന് മടുത്തു ബ്രോ, കിട്ടുന്നില്ല, ഞാൻ നിർത്തുവാണ്, ഇനി ഇതിൻ്റെ പുറകെ പോയി മടുത്തു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എൻ്റെ അടുത്ത് വന്ന പിള്ളേരോടൊക്കെ ഞാൻ മാക്സിമം പറയാറുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടി നോക്കണ്ട, FZ 16 ഒന്നും നോക്കാൻ പോകണ്ട, അത്യാവശ്യം മോഡൽ കൂടിയ വണ്ടികൾ ഏതെങ്കിലും നോക്ക്. FZ തന്നെ മോഡൽ കൂടിയതുണ്ടല്ലോ, FZ അങ്ങനെ ഏതെങ്കിലും മോഡൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വണ്ടി നോക്കണമായിരിക്കും ബെറ്റർ എന്നാണ് ഞാൻ പറയാറ്. കാരണം ഇപ്പോൾ ഞാൻ ഈ കൊണ്ടുവന്നേക്കണ ഈ വണ്ടിയൊക്കെ സത്യം പറഞ്ഞാൽ റെയറാണ്. ഇതുപോലുള്ള വണ്ടികളൊന്നും കിട്ടില്ല. വളരെ റെയറായിട്ട്, അപൂർവമായിട്ട് ഇങ്ങനെ സിംഗിൾ ഓണർ ഇങ്ങനെ വണ്ടികളൊക്കെ കിട്ടുള്ളൂ. അതും കിലോമീറ്ററുകൾ വളരെ കുറച്ച് ഓടിയിട്ടുള്ളൂ. FZ ഒക്കെ ആകുമ്പോൾ പിന്നെ ചിന്തിക്കുകയേ വേണ്ട, കിലോമീറ്റർ നല്ല രീതിക്ക് എങ്ങനെ പോലും ഓടിക്കും. കാരണം അത്യാവശ്യം ടൂറിങ്ങിന് പറ്റിയ വണ്ടിയാണ്. വേറെ അത്യാവശ്യം സീറ്റിംഗ് കംഫർട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട്. ലോങ് റൈഡിന് അടിപൊളിയാണ്. അതുകൊണ്ട് എല്ലാവരും ട്രിപ്പിനും പരിപാടിക്കൊക്കെ കൊണ്ടുപോകും. ഞാൻ വണ്ടി ഒന്ന് ഒതുക്കിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. വണ്ടിയിൽ എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ക്രാഷ് കാർഡ്, അതുപോലെ തന്നെ വണ്ടിയുടെ കളറ് ലൈറ്റായിട്ട് ഫെയ്ഡ് ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫോൺ ഹോൾഡർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഹാൻഡിൽ റൈസ് ചെയ്തിട്ടുണ്ട് വണ്ടി. പിന്നെ ബാക്ക് ടയർ നമ്മൾ നിസാര നാളെ ഉള്ളൂ എടുത്തിട്ട്. പുത്തൻ ടയർ കേട്ടോ, അത്യാവശ്യം നല്ല ഗ്രിപ്പുണ്ട്, പുത്തൻ ടയറാണ്. അതുപോലെ തന്നെ ചെറിയ തുരുമ്പുണ്ട്, നമ്മുടെ ക്രാഷ് കാർഡിൽ ലൈറ്റായിട്ട് ചെറിയ തുരുമ്പുണ്ട്. അല്ലാണ്ട് വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. വണ്ടി പക്ക നീറ്റാണ്. പിന്നെ ഡിസ്പ്ലേ വർക്കിംഗ് ആണ്. കിലോമീറ്റർ 67,000, 67,000 കിലോമീറ്റർ സംതിങ് വണ്ടി ഓടിയിട്ടുണ്ട്. 67,000 കിലോമീറ്റർ ഒന്നും FZന് ഒരു കിലോമീറ്ററേ അല്ല കേട്ടോ. കാരണം 1,00,000 1,50,000 കിലോമീറ്ററൊക്കെ ഈസി ആയിട്ട് ഓടും വണ്ടി. അതുകൊണ്ട് തന്നെയാണ് വണ്ടിക്ക് ഇത്ര മാർക്കറ്റ് വാല്യൂവും കാര്യങ്ങളും. യമഹയുടെ എഞ്ചിൻ അത് തന്നെയാണ് വണ്ടിക്ക് ഇത്ര മാർക്കറ്റ് വാല്യൂ കൂടാനുള്ള കാരണം. വണ്ടിയുടെ മോഡൽ വെച്ചല്ല ശരിക്കും വണ്ടിക്ക് റേറ്റ്. ഇപ്പോൾ 2012-13 വണ്ടികൾ വരെ ഓരോരുത്തന്മാർ 40
45 രൂപയൊക്കെ റേറ്റ് പറയണവന്മാരുണ്ട്. അത്യാവശ്യം പണിത് കണ്ടീഷൻ ആക്കിയിട്ട് ആ റേറ്റ് പറയുന്നവന്മാരുണ്ട്. വണ്ടിയുടെ മോഡൽ വൈസ് മാത്രം ഈ വണ്ടിക്ക് റേറ്റ് അങ്ങനെ ആരും പറയില്ല. വണ്ടിയുടെ കണ്ടീഷൻ വൈസാണ് എഫ്സിസറിനൊക്കെ റേറ്റ് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ വണ്ടി കുറച്ച് മോഡൽ കൂടിയ ഒരു 20 അല്ലെങ്കിൽ 19, 20, 21 അങ്ങനെയുള്ള വണ്ടികളൊക്കെ എടുക്കണം. പിന്നെ ഈ വണ്ടിയുടെ സ്റ്റോക്ക് കാർബറേറ്ററാണ്. പിന്നെ ഈ വണ്ടിയുടെ ഓണർ പറഞ്ഞ വണ്ടിക്ക് അവൻ പറഞ്ഞ അത്യാവശ്യം 40-45 കിലോമീറ്ററൊക്കെ മൈലേജ് വണ്ടിക്ക് കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അതുപോലെ ഓയിൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വണ്ടി അത്യാവശ്യം ഫുൾ ക്ലീനാക്കി കണ്ടീഷനായിട്ട് കൊണ്ട് നടക്കുന്നത് കൊണ്ടായിരിക്കാം അത്ര മൈലേജ് കിട്ടുന്നത്. എങ്ങനെ പോലും സ്റ്റോക്ക് കാർബറേറ്റർ ഒരു 40 സംതിങ് മൈലേജ് എന്തായാലും കിട്ടും. പിന്നെ മൈലേജ് വേണ്ടവർക്ക് വേണമെങ്കിൽ 180 പൾസർ 180 ഒക്കെ കാർബറേറ്റർ മേടിച്ച് വെക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഇത്രയും ഒരു പവർ വണ്ടിക്ക് കിട്ടില്ല. ഈ വണ്ടിയുടെ കാർബറേറ്റർ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും വണ്ടിയുടെ ആ ഒരു പവറിന് നല്ല ഡിഫറൻസ് വരും. ഞാൻ എൻ്റെ പഴയ വണ്ടിയുടെ കാർബറേറ്റർ ചേഞ്ച് ചെയ്തായിരുന്നു. കാർബറേറ്റർ ചേഞ്ച് ചെയ്തപ്പം റേറ്റ് വന്നപ്പം നോർമൽ മറ്റേ നമ്മുടെ സ്റ്റോക്ക് കാർബറേറ്റർ വരുമ്പം 5 രൂപ അടുത്ത വരും, 4 സംതിങ് ആണെന്ന് തോന്നുന്നു. മറ്റേതിന് വന്നു കഴിയുമ്പം പൾസറിൻ്റെ 180 വരുമ്പോൾ എങ്ങാണ്ട് 3 രൂപ അടുത്ത 2500, 3000 എങ്ങാണ്ടാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഞാൻ 180 കാർബറേറ്ററാണ് വെച്ചത്. ഞാൻ 180 കാർബറേറ്റർ വെച്ച് കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം വണ്ടിയുടെ പവർ അതുപോലെ ഡ്രോപ്പായി. വണ്ടി ഇത് എഫ്0 തന്നെയാണോ ഞാൻ ഓടിക്കുന്നത്, അത് അത്ര എനിക്ക് ഡൗട്ടായിപ്പോയി, അത്രയും പവർ ഡിഫറൻസ്. പക്ഷേ മൈലേജ് ആണെങ്കിൽ എന്താ പറയുക, ഫസ്റ്റത്തെ ഒരു 1 വീക്ക് ഒരു 2 വീക്കോളം എങ്ങനെ പോയാലും മൈലേജ് ഒരു 20-22 അവസാനം ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴും 25 അടുത്തൊക്കെയാണ് മൈലേജ് കിട്ടുന്നുള്ളൂ. ശരിക്കും മൈലേജിൽ ഞാൻ ബുദ്ധിമുട്ടി. പക്ഷെ അതൊന്ന് ഓടിക്കേറി വന്നു കഴിഞ്ഞാലാണ് പിന്നെ നമുക്ക് മൈലേജ് കിട്ടും. ഒന്ന് കാർബറേറ്റർ ഒന്ന് ഓടി പെട്രോളൊക്കെ കയറി ഇറങ്ങി ഒന്ന് സെറ്റായി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു 60 കിലോമീറ്റർ അടുത്ത് നമുക്ക് എങ്ങനെ പോയാലും ഒരു 60 കിലോമീറ്റർ മൈലേജ് കിട്ടും. ഞാൻ എന്നിട്ട് ലാസ്റ്റ് ചെക്ക് ചെയ്തപ്പം എനിക്ക് 60 കിലോമീറ്റർ മൈലേജ് കിട്ടിയായിരുന്നു. ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. പക്ഷേ വണ്ടിയുടെ പവർ നല്ല രീതിക്ക് നമുക്ക് ഡൗൺ വരും. ഒരു ടോപ്പ് എൻഡ് കിട്ടാനൊക്കെ നല്ല പാടായിരിക്കും. നമ്മൾ കൈ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി കയറത്തേ ഇല്ല. എഫ്0ൻ്റെ ഒരു ഫണ്ണുണ്ടല്ലോ, അത് നമുക്ക് കിട്ടത്തില്ല. പിന്നെ നിലവിൽ ഈ വണ്ടിയിലിരിക്കുന്നത് സ്റ്റോക്ക് കാർബറേറ്റർ കേട്ടോ. അതുകൊണ്ട് തന്നെ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ ആ ഒരു ഫണ്ണുണ്ട്. എന്ന് വെച്ചാൽ വണ്ടിക്ക് ആ ഒരു പവറുണ്ട്. കൈ കൊടുക്കുമ്പോൾ തന്നെ നല്ലപോലെ കയറി പോകുന്നുണ്ട്. ഞാൻ അത്യാവശ്യം കൈ കൊടുത്തൊക്കെ ഓടിച്ചു. അപ്പോൾ വണ്ടി അത്യാവശ്യം 70, ഒരു 70-75 ഒക്കെ ഈസി ആയിട്ടാണ് ക്രൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയ ഒരു ലാഗും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ടാണ് ഈസി ആയിട്ട് പോകുന്നത്. പക്ഷേ സ്റ്റോക്ക് കാർബറേറ്ററിലാണെങ്കിൽ അത്രയും സ്പീഡിൽ നമുക്ക് അത്രയും കൂളായിട്ട് പോകാൻ പറ്റില്ല, അത്രയും വണ്ടി വലിക്കില്ല. അതുപോലെ മെയിനായിട്ട് സീൻ വന്ന ഒരു ഓവർടേക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര സീനായിരിക്കും. കാരണം ഇത് കൈ കൊടുക്കുമ്പോൾ തന്നെ സ്പോട്ടിൽ സഡൻ കയറി അങ്ങ് പൊക്കോളും, കുഴപ്പമില്ല. പക്ഷേ സ്റ്റോക്ക് കാർബറേറ്റർ വന്നു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു പുള്ള് കിട്ടില്ല. വണ്ടി കൈ കൊടുത്തു കഴിഞ്ഞാൽ പയ്യെ കയറുള്ളൂ. അതാണ് ശരിക്കും നമുക്ക് ആ ഒരു ഡിഫറൻസ് വരുന്നത് തന്നെ. അപ്പോൾ വണ്ടി വേണ്ടവർ എനിക്ക് എത്രയും പെട്ടെന്ന് ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ നീറ്റാണ്, ക്ലീനാണ്, പക്ക വണ്ടിയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ വന്ന് കണ്ട് നല്ലപോലെ നോക്കി ആളെ കൊണ്ടുവന്നു എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കി കണ്ടൊക്കെ എടുത്താൽ മതി. അത് ഞങ്ങളെന്നല്ല, ആര് കച്ചവടം നടത്തുവാണെങ്കിലും ആരുടെ അടുത്ത് പോവുകയാണെങ്കിലും നല്ലപോലെ പോയി നോക്കിയും കണ്ടും നല്ല വണ്ടിയാണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാലും നല്ലപോലെ നോക്കിയും കണ്ടൊക്കെ എടുക്കുക. അത്ര എനിക്ക് പറയാനുള്ളൂ. പിന്നെ നമ്മളിങ്ങനെ എപ്പോഴും വണ്ടിയൊന്നും സെയിൽ ചെയ്യണതായിരിക്കില്ല. ഇതിപ്പോൾ നമുക്ക് അറിയാവുന്നൊരു വണ്ടി, നമ്മുടെ ഫ്രണ്ടിൻ്റെ വണ്ടി ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ചാനലിലിട്ട് സെയിൽ ചെയ്യാൻ വേണ്ടി എടുത്തിട്ട്. എനിക്ക് അത്ര പേഴ്സണലായിട്ട് അറിയാവുന്ന വണ്ടി ആയതുകൊണ്ട്. നമ്മുടെ വേറൊരു വണ്ടിയും കൂടി ഉണ്ട്, നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടി. അവൻ സെയിൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ കൺഫേം അല്ല. അപ്പോൾ അത് ഉടനെ അവൻ എന്താണോ പറയണത് അതിനനുസരിച്ച് മിക്കവാറും സെയിൽ ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. അപ്പം ആ വണ്ടി അത് ഇതുപോലെ തന്നെ 2016 മോഡലാണ്, F16 ആണ്. വ്യത്യാസമൊന്നുമില്ല, ഈ വണ്ടിയായിട്ട് സെയിം ഇതൊക്കെ തന്നെ, സെയിം ലുക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ വണ്ടിയിൽ ഇവിടെ വീഡിയോസും എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ് ഞാൻ ഉടനെ നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.